നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ആൾറെഡി ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഒരു ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ അഡീഷണലായിട്ട് തയ്യാറാക്കുന്ന ഒരു ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ പല ടൈപ്പ് ക്യാഷ് ബുക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണ് എന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ എക്സ്പെൻസുകളും അതേപോലെ തന്നെ റെസിപ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അത്തരത്തിൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ, സ്മാൾ എമൗണ്ട്സ്, അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്ക് വലിയൊരു ക്യാഷ് ബുക്കായിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറിയ എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അഡീഷണലായിട്ട് എന്ത് ചെയ്യും, ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെറ്റി ക്യാഷർ ആയിരിക്കും ഈ ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള ചീഫ് ക്യാഷർ, അയാളായിരിക്കും മെയിൻ ക്യാഷർ, അയാളായിരിക്കും ഈ പെറ്റി ക്യാഷറെ നിയമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിയമിച്ചതിന് ശേഷം ഈ ചീഫ് ക്യാഷർ എന്ത് ചെയ്യും, കയ്യിലിരിക്കുന്ന ക്യാഷിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് കുറച്ച് എമൗണ്ട്, എക്സാമ്പിൾ ഒരു 2000 രൂപ എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പെറ്റി ക്യാഷർക്ക് കൊടുക്കുന്നു. അതിൽ നിന്നുമായിരിക്കും ഈ പെറ്റി ക്യാഷർ എടുത്ത് എന്ത് ചെയ്യുന്നത്, ചിലവാക്കുന്നത്. അപ്പോൾ ഇതിനൊരു പീരീഡ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മാസത്തിലായിരിക്കും ഈ ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദിവസം തന്നെ നോക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ എന്ത് ചെയ്യും, ചെയ്യാറുണ്ട്. അപ്പോൾ ഏതാണോ ആ പീരീഡ് അവസാനിക്കുന്ന ടൈമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പെറ്റി ക്യാഷ്യർ തയ്യാറാക്കി ആർക്ക് നൽകും, ചീഫ് ക്യാഷ്യർക്ക് നൽകും. അപ്പോൾ ഈ കാണുന്നതാണ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു എമൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന ഒരു കോളം. അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ ക്യാഷ്യർ നമുക്ക് എന്ത് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് നമുക്ക് തരും. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് 400 രൂപയാണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ 400 രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2018 ജനുവരി 1 അതായത് ഡേറ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടൊരു കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയതായിട്ട് കാണിച്ചു, 400 രൂപ ക്യാഷ് റിസീവ്ഡ് പർട്ടിക്കുലേഴ്സിൽ നമ്മൾ കാണിച്ചു. അതിനുശേഷം ജനുവരി 1-ാം തീയതി നമ്മൾ ടാക്സിക്ക് ഒരു 20 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 20 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണ്. അത് നമ്മുടെ മെയിൻ ക്യാഷ് ബുക്കിൽ എഴുതുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പെറ്റി ക്യാഷ് ബുക്കിൻ്റെ അകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ 20 രൂപ നമ്മൾ ഈ ഒരു ടോട്ടൽ റുപ്പീസിൻ്റെ അവിടെ 20 രൂപ കാണിച്ചു. അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് കാണിക്കാം, ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അതുകൊണ്ട് ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ കോളത്തിലും എത്ര കാണിച്ചു, 20 കാണിച്ചു. അതേപോലെ തന്നെ പോസ്റ്റേജ് ഒരു 28 രൂപ വന്നിട്ടുണ്ട്. ടോട്ടൽ റുപ്പീസിൽ അവിടെ 28 രൂപ കാണിച്ചു. അതേപോലെ തന്നെ പോസ്റ്റേജിൻ്റെ അവിടെയും എത്ര കാണിച്ചു, 28 രൂപ കാണിച്ചു. സ്റ്റേഷനറി വന്നിട്ടുണ്ട്, 60 രൂപ കാണിച്ചു. അതേപോലെ തന്നെ സ്റ്റേഷനറിയുടെ കോളത്തിലും 60 കാണിച്ചു. അതേപോലെ തന്നെ ടെലിഗ്രാം ചാർജ് വന്നിട്ടുണ്ട്, ടോട്ടൽ റുപ്പീസ് 28 രൂപ കാണിച്ചു. അതേപോലെ തന്നെ പോസ്റ്റേജിൻ്റെ അവിടെയും എന്ത് കാണിച്ചു, 28 രൂപ കാണിച്ചു. അതേപോലെ തന്നെ ബസ്സിന് നമ്മൾ 4 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് പൈസ. അപ്പം 4 രൂപ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കാണിക്കാം, ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് തന്നെ കാണിക്കാം. അതേപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റിപ്പയേഴ്സ് 72 കാണിച്ചിട്ടുണ്ട്. പോസ്റ്റേജ് പിന്നെയും വന്നിട്ടുണ്ട് 96. അപ്പോൾ നമ്മൾ ഈ ഒരു എമൗണ്ട് എല്ലാം കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് 356 രൂപ നമുക്ക് എന്തായിട്ടുണ്ട്, ചിലവായിട്ടുണ്ട് എന്ന് മനസ്സിലായി. നമുക്ക് തന്നിട്ടുള്ളത് 400 രൂപയാണ്. അപ്പോൾ ബാലൻസ് നോക്കിയാൽ 44 രൂപ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത പീരീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് ടോട്ടൽ 24 രൂപ ചിലവായിട്ടുണ്ട്. പോസ്റ്റേജ് 152 രൂപ ചിലവായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേഷനറി 108 രൂപ ചിലവായിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസ് 72 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഒരു ഡെമോ ക്ലാസ് മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുന്നത്, കൃത്യമായിട്ട് അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ കൃത്യമായിട്ട് പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യും, അടുത്ത ഡേയിലേക്ക് നമ്മളത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും.